സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ജാലി കോച്ചിനോടൊപ്പം ഹഡിൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് സ്ട്രൈക്കേഴ്സിന് സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിന് മുമ്പ് കുറച്ച് ജനറൽ ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോവാം അല്ലേ? നമ്മൾ ലാഡറിന്റെ വീഡിയോ ചെയ്തതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ കോച്ച് സ്റ്റാർട്ട് ചെയ്യൂ. ഇത് എന്തിനാണ് ഇത് ചെയ്യുന്നത്? അതായത് ഇപ്പോൾ നമ്മൾ ഇതിനെ എജിലിറ്റി ഹഡിൽസ് ഒക്കെ പറയും, അല്ലെങ്കിൽ മൈക്രോ ഹഡിൽസ് എന്നൊക്കെ പറയും. അപ്പോൾ ആദ്യം എന്തിനാണ് ഈ ഹഡിലും നമ്മൾ നേരത്തെ മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ എന്താണ് ഇതും ഗെയിമും തമ്മിൽ കണക്ഷൻ? അപ്പോൾ ആ കണക്ഷനിലെ മുന്നേ നമ്മളിത് എങ്ങനെ ചെയ്യണം, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതും ഗെയിമും നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രൈക്കർ നമുക്ക് എങ്ങനെ ഒരു സ്ട്രൈക്കിംഗ് ഫോഴ്സിനെ ഒരു ക്രിയേറ്റിവിറ്റി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ലെസൺസിൽ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് ഫസ്റ്റിൽ നമ്മൾ ഇതിൽ ഇത് നമ്മൾ വെക്കുന്ന രീതി ഇപ്പോൾ എന്താ വെച്ചാൽ ഇത് നമ്മൾ ഒരിക്കലും തല തിരിച്ചു വെക്കരുത്, സേഫ്റ്റി ഇങ്ങനെ വെക്കണം. ഇപ്പം നമ്മൾ നേരത്തെ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ബിഗിനേഴ്സിനെ നമുക്ക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒരു ബിഗിനർ എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ ഇപ്പോൾ എലൈറ്റ് പ്ലേയേഴ്സ് ഒക്കെ ഇതിനെ ക്ലോസ് ചെയ്തിട്ടൊക്കെ ഇതിൽ വർക്ക് ചെയ്യും. അപ്പോൾ ബിഗിനറെ സംബന്ധിച്ച് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം, കാരണം കംഫർട്ട് സോണിലേക്ക് കൊണ്ടുപോകണം. കാരണം നമ്മളൊരു ഒരു സാധനം അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ഹൈറ്റിനെ നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതിൽ രണ്ട് തരമുണ്ട്. ഇതിന് ആൾക്കാർ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെ എക്സ്പ്ലോസീവ് ട്രെയിനിങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആ എക്സ്പ്ലോസീവ് ട്രെയിനിങ്ങും എജിലിറ്റി ട്രെയിനിങ്ങും രണ്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം നമ്മൾ ഈ ഹഡിൽസ് വെച്ചിട്ട് തന്നെ ആൾക്കാർ എക്സ്പ്ലോസീവ് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ആ മൂവ്മെൻറ്റും ഈ എജിലിറ്റി മൂവ്മെൻറ്റും രണ്ടാണ്. പർപ്പസാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതിനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ കട്ട് ചെയ്യാൻ പഠിപ്പിക്കും. നമ്മൾ വേണ്ട ഫസ്റ്റ് പെട്ടെന്ന് കട്ട് ചെയ്യണം. നമ്മൾ ഈ ഹൈറ്റിൽ നമ്മൾ ഇങ്ങനെ ചാടിയാൽ കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും സമയം എയറിൽ നിൽക്കുക. സ്പീഡിനെ ബ്രേക്ക് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ചേഞ്ച് ഓഫ് ഡയറക്ഷനിലും ടേണിങ്ങും ട്വിസ്റ്റിങ്ങും ചെയ്യാൻ പറ്റണം. അപ്പോൾ സ്പീഡ് കിട്ടണമെങ്കിൽ നമ്മുടെ ഫൂട്ടിൻ്റെ പ്ലേസ്മെൻറ്റ് ഫാസ്റ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് കാല് ഇങ്ങനെ ചാടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ സ്പീഡില്ല, നമ്മൾ എയറിലാണ് നിൽക്കുന്നത്. അതെന്താ പറയുക, അതൊരു ഡൈനാമിക് വേറെ ലെവലിലേക്ക് പോകും. പ്രൊഡക്റ്റീവ് വെച്ചാൽ അത് വേറെ മാറ്ററാണ്. അപ്പോൾ ഇതിനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ബിഗിനറെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വരുന്നു, ബോഡി അപ്രോച്ച് കട്ട് ചെയ്യുന്നു, വരുന്നു, റിലാക്സ് കട്ട് ചെയ്യുന്നു, വരുന്നു, റിലാക്സ്. ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻട്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കണം. ബ്രേക്ക് ചെയ്തിട്ട് ഒരു 3 ഹഡിൽ കട്ട് ചെയ്യാൻ പറയാം, എന്നൊരു ഫുള്ള്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പർപ്പസ് വെച്ചാൽ ബോഡിയുടെ അലൈൻമെൻറ്റ് കാര്യങ്ങൾ നമ്മൾ കണ്ട കട്ട് ചെയ്തു. ആ കട്ടിങ്ങിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഓടിപ്പോകുന്നതിലല്ല ബിഗിനർ. അപ്പോൾ ഈ കട്ടിങ് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഹൈറ്റിലൊരു ഹഡിലാണ് വിചാരിക്കുക, ഇത് ഹൈറ്റ് കുറഞ്ഞ ഹഡിൽ. അപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിക്കേണ്ട ഡിസ്റ്റൻസും ഈ ഹൈറ്റിൽ ഉപയോഗിക്കേണ്ട ഡിസ്റ്റൻസും വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ ഒരേ ഹൈറ്റിൽ പോകുന്നത് പക്ഷേ നമ്മൾ എന്താണോ നമ്മുടെ പ്രൈം ഡിമാൻഡ്, ഫാസ്റ്റായിട്ട് ഈ ഹഡിൽസിനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ കുട്ടികളെ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഒരിക്കലും അവരോട് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറയരുത്, ഫാസ്റ്റായിട്ട് കട്ട് ചെയ്യാനാണ് പറയേണ്ടത്. ക്ലാരിറ്റി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായി. അത് ബിഗിനർ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കട്ട് ചെയ്യാൻ പഠിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ കട്ട് ചെയ്ത എബിലിറ്റിനെ നമ്മൾ മൂവ് ചെയ്യാൻ പഠിപ്പിക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ഇംപ്രൂവൈസേഷൻ വരിക. ഇതാണ് ബേസിക് കൺസെപ്റ്റ്. ഇത് ഷഫിൾ ചെയ്ത് ഇതിന് കുറേ വേരിയേഷൻസ് ഉണ്ട്, അത് പറഞ്ഞു പോയാൽ അങ്ങനെ പറഞ്ഞു പോകേണ്ടി വരും. ഇതാണ് എൻ്റെ ബേസിക് കൺസെപ്റ്റ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പർ ബോഡി കൺട്രോൾ, ലോവർ ബോഡി കൺട്രോൾ. ഇങ്ങനെ ആവരുത്, ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആവരുത്, ബോഡി കൺട്രോൾ ആയിരിക്കണം. ഇപ്പോൾ ഫുട്ബോളിൻ്റെ മേലെ പറയുമ്പോൾ ഒരു ഹഡിൽ വെച്ചിട്ട് ഞാനൊരു ഡ്രിൽസ് മുസ്തഫ കോച്ചിന് കാണിച്ചു തരാം. നമ്മൾ ഈ ഹഡിൽ വെക്കുന്നു, മാറ്റി വെച്ചിട്ട് മുസ്തഫ കോച്ച് എൻ്റെ കോച്ചാണ്, ഞാൻ ബോൾ തരുന്നു. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഒരു ബോൾ തരണം, ഞാൻ പാസ് ചെയ്യുന്നു, ബാക്കിൽ പോകുന്നു, ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വരുന്നു, വേണ്ട. അപ്പോൾ ഇതൊരു ബേസിക് ഡ്രിൽസാണ്. അപ്പോൾ ഈ കട്ടിങ്ങിന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചാടി വെച്ചു, അതും ഈ വർക്കൗട്ട് തമ്മിൽ ബന്ധമില്ല. ഇവിടെ നമ്മൾ എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് ഉപയോഗിക്കുന്നത് അല്ലേ? നമ്മൾ ജമ്പ് ചെയ്യുന്നു, ലാൻഡ് ചെയ്യുന്നു, കളിക്കുന്നു. ഇതാണ് ഇപ്പൊ ഇതിന്റെ ജനറൽ ഡീറ്റെയിലിംഗ് അല്ല, ബേസ്. ഇതിന്റെ പ്രോഗ്രഷൻ എങ്ങനെയാ ചെയ്യാം? ഇപ്പൊ നമ്മളത് ഓടിപ്പോവുക. അപ്പോൾ നമ്മളിതിന്റെ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ലീനിയറിൽ ഇതിന് വലിയ പ്രോഗ്രഷൻ വെച്ചാൽ നമ്മൾ ഇതല്ല, സിംഗിൾ ലെഗ് കട്ട് ചെയ്ത് പോകുന്നു, അടുത്തത് വരുമ്പോൾ ഡബിൾ ലെഗ് കട്ട് ചെയ്യുന്നു, ഡബിൾ ലെഗ് വേണ്ട, ഈ കട്ടിങ്ങിലാണ് കാര്യം കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് കട്ട് ചെയ്യും. അപ്പോൾ എന്താവും, മോർ ഡിമാൻഡായി. നമ്മൾ ഇതിൽ കട്ട് ചെയ്യണം. അങ്ങനെ ഇതിന് ബേസ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ
ഇതിനെ പലതരക്കും ഇപ്പോൾ ഈ കാണുന്ന ആൾക്കാർക്ക് തന്നെ വേറെ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അതെ അതെ എക്സാക്ട്ലി. നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. അതെ അതെ. പക്ഷെ ബേസ് പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രധാനപ്പെട്ട കാര്യം അല്ലേ. അപ്പോൾ കോച്ച് നമ്മൾ ഇതെങ്ങനെ കുറച്ചും കൂടി സ്ട്രൈക്കർ സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ കറണ്ട് പറയുകയാണെങ്കിൽ സ്റ്റിമാക്ക് പറഞ്ഞു നമുക്ക് സ്ട്രൈക്കേഴ്സ് ഇല്ല, ടീം കളിക്കുന്നുണ്ട്, അതെ, ഗോൾ അടിക്കുന്നില്ല, അതെ അല്ലേ. അപ്പോൾ നമ്മളെ ISL ഐ ലീഗിലും നോക്കിയാലും ഗോൾ അടിക്കുന്നതൊക്കെ ഫോറിനേഴ്സാണ്, അതെ അല്ലേ. നമ്മൾ കൊച്ച് ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലാവും. അതെ. അപ്പോൾ എവിടെയാണ് പിന്നെ നമ്മളെ പ്രശ്നം? നമ്മൾ എങ്ങനെയാണ് ഒരു നല്ല കളിക്കാരനാണ്, ഗോൾ അടിക്കുന്നുണ്ട്, പക്ഷെ എപ്പോഴാണ് ഒരു പ്ലെയർക്ക് ഇൻസൈഡ് ദ ബോക്സിലായിരിക്കണം അയാൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യേണ്ടത്. അതെ, ഇൻസൈഡ് ദ ബോക്സ് എന്ന് പറഞ്ഞാൽ ആൾക്ക് കൂടുതൽ ഗോൾ അടിക്കാനുള്ള പോസിബിലിറ്റി കൂടുക. അതെ, ലോങ്ങിൽ നിന്ന് ഗോൾ അടിക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇൻസൈഡ് ദ ബോക്സിൽ ഒരു സ്ട്രൈക്കറെ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അല്ലേ? അത് കറക്റ്റാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ പറയപ്പെടുന്ന പ്ലെയർക്ക് നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഇതിനെ പഠിപ്പിക്കണം. ഇത് ബേസ് ആയെന്ന് കോച്ചായ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് ഇതിൽ ഗെയിമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ആദ്യം തന്നെ ഇതിൽ ഗെയിമിലേക്ക് കൺവേർട്ട് ചെയ്യരുത്. അപ്പോൾ ആൾ കൺഫ്യൂസ്ഡ് ആവും. ഇപ്പോൾ നമ്മളൊരു 15 വയസ്സുള്ള എൻ്റെ അക്കാഡമിയിലൊരു കുട്ടി ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇത് ആ സ്ട്രൈക്കറെ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഈ കുട്ടി ഹഡിൽസിനെ കട്ട് ചെയ്യാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അറിയാം, ഫാസ്റ്റാണ്, സ്ട്രെങ്ത് ഉണ്ട്, അതൊക്കെ അതിൻ്റെ വേറെ മാറ്റർ ആട്ടാ. സ്ട്രെങ്ത് ഉണ്ട്, കോർ സ്ട്രെങ്ത് ഉണ്ട്, ആംഗിൾ സ്റ്റെബിലിറ്റി ഉണ്ട്, ഗെയിം. അപ്പോൾ ഇതിൽ എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ 2 അടിയിൽ വെക്കുന്നു. നമ്മൾ 2 അടിയിൽ ഇടുന്നെടുത്തിട്ട് നമ്മൾ ഇവിടെ നമ്മൾ ഇതൊരു ബേസ് കൺസെപ്റ്റാണ് പറഞ്ഞത്. നമ്മൾ ഇവിടെ വെക്കുന്നു ബേസിക്കലി. ഓക്കെ. ഈ പ്ലെയർ ഇവിടെ വന്നിട്ട് ഈ സാധനത്തിനെ ഇപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു വെക്കണം, നേരത്തെ പറഞ്ഞ പോലെ. നമ്മളിങ്ങനെ വന്നിട്ട് ഇതിനെ നമ്മൾ കട്ട് ചെയ്യുന്നു, ഫ്രണ്ടിലേക്കും കട്ട് ചെയ്യുന്നു, ബാക്കിലേക്കും കട്ട് ചെയ്യുന്നു. ഒരു ബോൾ പാസ് കൊടുക്കുന്നു, വീണ്ടും വരുന്നു, ഫ്രണ്ട് ഇതിൽ ബേസ് ആട്ടാ, കട്ട് ചെയ്യുന്നു, ബാക്കിലേക്ക് റിസീവ് ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ ഈ കുട്ടിക്കൊരു ഈ ബോക്സിൽ വർക്ക് ചെയ്യുന്ന പ്ലെയർ എപ്പോഴും അയാളുടെ ബോഡി ഇങ്ങനെ ആയിരിക്കണം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ എജിലിറ്റി ഓൾറെഡി സിസ്റ്റമാറ്റിക് ആയിട്ട് മസിൽ മെമ്പറായ ഒരു കുട്ടിക്ക് ഈ ഹഡിൽസ് ഇവിടെ പ്രശ്നമല്ല. ഓക്കെ, നമുക്കതൊന്ന് ഒന്ന് ചെയ്താലോ. അപ്പോൾ നമ്മൾ ഇത് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു മാസ്റ്റർ ആയെന്ന്, ഞാൻ സ്ലോയിലാണ്, ഞാൻ പ്രായാധിക്യം കൊണ്ട് ഞാൻ വളരെ സ്ലോയിലാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ സാധനം ചെയ്യുന്നു. നമ്മൾ പറയുമല്ലോ എല്ലാ ട്രെയിനിങ്ങുകളും ഗെയിം ഓറിയൻറ്റഡ് ആയിരിക്കണം എന്നുള്ള സെൻസ് പറയുമല്ലോ. അപ്പോൾ നമ്മൾ തുടങ്ങുന്നു, നമ്മൾ പാസ് ചെയ്യുന്നു, ഞാൻ ഈ സാധനം കട്ട് ചെയ്യുന്നു, ഇത് കട്ട് ചെയ്യും, വീണ്ടും കൊടുക്കുന്നു, ഈ സാധനം കട്ട് ചെയ്യുന്നു, ഇതിൽ റിസീവ് ചെയ്യുന്നു, റിസീവ് ബോൾ ടച്ച് ഗോ. ഓക്കെ ഓക്കെ, ബേസ് അതിന് ബേസിക് ഐഡിയ. ഇത് നമുക്ക് വേറെ ലെവലിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ വെക്കുന്നു, ഇതിനടുത്ത പക്ഷേ ഇവിടെ ബോൾ ഞാൻ വരുന്നു, ഇവിടുന്ന് ബോൾ പാസ് ചെയ്യുന്നു, ഞാൻ ഇതിനെ കട്ട് ചെയ്യുന്നു, ബോൾ തരുന്നു, കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ, കാരണം ഇതൊക്കെ ഹേർഡിൽസുകളാണ്. അപ്പോൾ അയാൾ ഇത് കട്ട് ചെയ്യുന്നു, ബോഡി വലിക്കുന്നു, കൊടുക്ക്, ഇതിൻ്റെ ഇടയിൽ ഒരു പാസ് സാർ കൊച്ചു, ഞാൻ ഇടയിൽ നിന്ന് വീണ്ടും പാസ് തരുന്നു, ഇത് കട്ട് ചെയ്യുന്നു, പാസ് റിസീവ് ചെയ്യുന്നു. കാരണം മൈക്രോസ്കോപ്പിക്കാണ്. അതെ, ഇത് നമ്മൾ ഇത് കറക്റ്റ് നമുക്ക് ആ ഗെയിമിൻ്റെ സെനാരിയോയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇതിൻ്റെ ഗെയിമിൻ്റെ സെനാരിയോയിലേക്ക് വരാം? ഈ മൂവ്മെൻറ്റിൽ ആൾ എക്സലൻ്റ് ആയി. ഓക്കെ, ഞാൻ ചെയ്തത് എക്സലൻ്റ് ആയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 ഡിഫൻഡേഴ്സ് പാസീവായിട്ട് നിർത്തുന്നു. ഓക്കെ, 3 ഡിഫൻഡേഴ്സ് നിർത്തുന്നു, അല്ലെങ്കിൽ മാനിക്യൂർ കൊടുന്ന് വെക്കുന്നു. ഓക്കെ, ക്രൗഡഡ് ആയിട്ട്. അതെ, നമ്മുടെ പ്ലേയേഴ്സിന് ക്രൗഡഡ് ഏരിയയിൽ കളിക്കാനാണ് ബുദ്ധിമുട്ട്, അല്ലേ? ടോപ്പ് ക്ലാസ് പ്ലേയേഴ്സൊക്കെ ക്രൗഡഡ് ഏരിയയിൽ ഇത്ര സ്പീഡിൽ അതിൽ വന്നിട്ട് അവർ ടാപ്പിങ് ചെയ്യും, അല്ലേ? അതെ. അപ്പോൾ നമ്മൾ എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഇതുപോലെ നമ്മൾ സെനാറിയോ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ ഒരിക്കലും ഡിഫൻഡേഴ്സിനോട് ആക്റ്റീവ് ആകാൻ പറയാൻ പാടില്ല, പസീവ്, സ്റ്റേ ഓൺ. ആ സിസ്റ്റവുമായിട്ട് ഈ പ്ലെയറെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതെ, ആ ക്രൗഡിൽ കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ നമ്മൾ വരുന്നു, ആ ക്രൗഡിൽ ബോൾ വലിക്കുന്നു, ചെയ്യുന്നു, അവൻ്റെ ക്രിയേറ്റിവിറ്റി. ഇത് ബേസിക് ഐഡിയ കൊടുക്കണം. ഒരു ഓൾ സെഷൻ കണ്ടാലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, 4 ഡിഫറെൻറ്റ്, ഇതിപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇതൊരു 4-5 ഡിഫൻഡേഴ്സ് അത് വെക്കുക. ഉദാഹരണത്തിന് നമ്മൾ ഇത് 4 ഡിഫൻഡേഴ്സ് ഈ ഏരിയയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് ആകെയുള്ള സ്പേസ് ഇതാണ്. എൻ്റെ പാർട്ട്ണറായ കോച്ചിൻ്റെ കയ്യിൽ ബോളുണ്ട്. എനിക്ക് ഇതിൽ വന്ന് ബോൾ റിസീവ് ചെയ്യണം. എന്നാൽ ഈ ബോൾ ഞാൻ റിസീവ് ചെയ്തിട്ട് ഇത് തന്നിട്ട് എനിക്ക് ഇതിൽ കൂടെ കട്ട് ചെയ്തിട്ട് വേണം ഇതിലൊന്നും കൂടി വാൾ പാസ് വാൾ പാസ് വരുന്നു. ഞാണ്ടാ
ഇത് തരുന്നു, ഇതിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടോ ഇതിൽ കൂടെ. ഓക്കെ 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 എന്നിട്ട് ഇത് നമുക്ക് അതിൻ്റെ പ്രോഗ്രഷൻ. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഈ സാധനം വരണമെന്നുണ്ടെങ്കിൽ ഈ ബോർഡിനെ ഒതുക്കി വെച്ചിട്ട് നമ്മൾ ഇതിൽ കൂടെ മൂവ് ചെയ്യണം. അതെ 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 അതെ. അപ്പോൾ അതിന് ഇത് വളരെ ഉപകാരമാണ് ഈ ഹഡിൽസ്. ഓക്കെ ഇതിൻ്റെ ഇത് മാറ്റിയിട്ട് മാനിക്യൂർ വെക്കാം. പിന്നെ നമ്മൾ അതിൽ ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്റ്റീവ് ഡിഫൻഡേഴ്സ്, ഓക്കെ, പിന്നെ ഗോൾ കീപ്പർ, പിന്നെ പാർട്ട്ണർ, പിന്നെ ഗെയിമിലേക്ക് ഈ സെനാരിനെ മെല്ലെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം വേണ്ടത് ഇതിൻ്റെ ബേസിക് ആയുള്ള കാര്യങ്ങളിൽ നമ്മൾ വെൽ നോളജബിൾ ആളായിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്ട്രൈക്കർ. കാരണം ഒരു സ്ട്രൈക്കറുടെ എന്താണ് എൻ്റെ ക്വാളിറ്റി എന്നുള്ളത് ഗോൾ അടിക്കാൻ കഴിയുന്നവനാണ് നമ്മൾ സ്ട്രൈക്കർ എന്ന് വിളിക്കുക. അതെ. പക്ഷെ ഏത് തലത്തിൽ എനിക്ക് ഗോൾ അടിക്കാൻ പറ്റും? അതെ. പിന്നെ ഇന്ത്യൻ ടീമിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള ഒരു പൊസിഷനാണ്. ഏറ്റവും കൂടുതൽ, അതായത് സിമാക്ക് ഇപ്പം നമ്മളൊക്കെ നാഷണൽ ടീമിൻ്റെ കോച്ചുമാരുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സംവദിക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ പറയുന്നത് നിങ്ങൾ പറയൂ, ഞങ്ങൾക്കൊരു ഓപ്ഷൻ തരുമെന്നാണ് പറയുന്നത് അവർ. നിങ്ങൾ ഡയറക്റ്റ് ഇപ്പോൾ അണ്ടർ-19 അണ്ടർ-17 ഗെയിമിലൊക്കെ നമുക്ക് ഇപ്പോൾ മുസ്തഫ കോച്ചിനെ ബന്ധപ്പെട്ട ഞാൻ പിന്നെ നിങ്ങൾക്ക് ക്യാമ്പ് വാങ്ങിച്ചു തരാം, ട്രയൽ. ഇത് വെറും വാക്കല്ല. ഇപ്പോൾ മുസ്തഫ ത്രൂ നമ്മളോട് പറയാണ് ദുബായിൽ അല്ലെങ്കിൽ ഖത്തറിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു കുട്ടിയുണ്ട്, അവർ യൂറോപ്പിൽ പോകണ്ടെന്ന്, നിങ്ങൾ ഇന്ത്യൻ ഗെയിമിലേക്ക് വരൂ. അതെ അതെ. യൂറോപ്പിൽ പോയാലും ഇപ്പോൾ കളിക്കുന്നത് അവിടെ ഇന്ത്യയിൽ വന്നിട്ട് കളിക്കാൻ പറ്റുള്ളൂ. അതെ. യൂറോപ്പിൽ എന്തായാലും നമ്മുടെ ഇന്ത്യക്കാർക്ക് കളിക്കാൻ പറ്റും, ഇപ്പോൾ അടുത്ത കാലത്തൊന്നും സംഭവിക്കില്ല. അതെ. അപ്പോൾ ഇതൊക്കെ വളരെ, കാരണം സ്ട്രൈക്കർ എന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ KPL ഗോൾ അടിക്കുന്ന ഒരു പ്ലെയർക്ക് ISL ഗോൾ അടിക്കാൻ പറ്റണം. എക്സാക്ട്ലി. അല്ലെങ്കിൽ നിങ്ങളുടെ നിലവാരം KPL നിങ്ങൾ ഗുഡ് സ്ട്രൈക്കറാണെന്ന് പറയേണ്ടി വരും. അതെ. ഞാൻ പറഞ്ഞതിൽ വല്ല ഇതുണ്ടെങ്കിൽ കോച്ചിന് അതങ്ങനെ തന്നെയല്ല, നമ്മുടെ രാജ്യത്തിൽ അവിടേക്കാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എന്നെ തന്നെ ഞാൻ അനലൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് വർക്കൗട്ട് ചെയ്യണം, എവിടെയാണ് എൻ്റെ സ്ട്രൈക്കിംഗ് ക്വാളിറ്റി ഉള്ളത്. ഇന്ന് ഞാൻ വരുന്ന സമയത്ത് പിന്നെ റൊമാരിയോനെ ഒരു ഇൻ്റർവ്യൂ കണ്ട്, ആരാണ് ബെറ്റർ. അപ്പോൾ അയാൾ പറഞ്ഞത് അയാളെക്കാളും റൊമാരിയോ പഴയ ബ്രസീലിൻ്റെ സ്ട്രൈക്കർ, ബെസ്റ്റ് സ്ട്രൈക്കർ, ഹൈറ്റ് പറഞ്ഞു. അയാൾ പറഞ്ഞത് എന്നെക്കാളും പെലെ മറഡോണ അയാളെക്കാളും മേലെ നിൽക്കുന്നത്, ക്രിസ്ത്യാനോ മെസ്സി അയാൾ ഈക്വലൻ്റാണ്, ബാക്കിയുള്ളവരെല്ലാവരും ഈ ഗോൾ അടിക്കുന്നതിൽ എൻ്റെ ബാക്കിലാണ്. അത് അതിൽ ലാസ്റ്റ് പറഞ്ഞത് ഇറ്റ്സ് മൈ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഗോൾ അടിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക കഴിവാണ്. അതെ. ബാക്കിയുള്ള 10 ആൾക്കാരും ട്രെയിൻ ചെയ്യണം എന്തിനാ വെച്ചാൽ ഗോൾ അടിക്കാനാണ്. അപ്പം നിങ്ങൾക്ക് ആ നാച്ചുറൽ എബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പിന്നെ പേഴ്സണൽ ട്രെയിനിൽ കൂടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അതെ. ഇൻഡിവിജ്വലായിട്ട് നന്നായി പണിയെടുക്കണം. ആ പണിയെടുക്കുന്നത് പ്രൊഡക്റ്റീവ് ആവണം. നമ്മൾ ജിമ്മിൽ പോയി കുറേ, ഇപ്പം ഞാൻ ഇത് പറഞ്ഞത് ഇതിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടൊരു എക്യുപ്മെൻ്റാണിത്, ഹഡിൽസ്. കാരണം ഇത് ഈ ഹൈറ്റിൽ കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇത്ര ഹൈറ്റിൽ നമുക്ക് കട്ട് ചെയ്യാലോ. അപ്പോൾ ഈ അജിലിറ്റി ഹഡിലിൻ്റെ ഹൈറ്റ് ഡിഫൈൻ ചെയ്യുന്നതിനൊരു ഡിമാൻഡ് ഉണ്ട്. ആ ഡിമാൻഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒരിക്കലും എക്സ്പ്ലോസീവിന് ഉപയോഗിക്കാം, അത് എന്തും ഉപയോഗിക്കാം. അതെ അതെ. ഇപ്പോൾ ഈ കിടക്കുന്ന ബോളിനെ നമുക്ക് ബാലൻസിങ് ആയിട്ട് ഉപയോഗിക്കാം, ഇങ്ങനെ കയറി നിന്ന് ബാലൻസ് ചെയ്യാലോ. പക്ഷെ ഇതിന്റെ പർപ്പസ് എന്താണ്? പന്ത് കളിക്കാനുള്ള ഇതിന്റെ പർപ്പസ്. ആ ഡിമാൻഡ് നമ്മൾ മനസ്സിലാക്കലാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് തോന്നാണ്ട് നമ്മൾ ഏത് സ്പോർട്സ് ഇനെടുത്ത് നോക്കി കഴിഞ്ഞാലും അതിൽ ഒരു എലമെന്റ് നമുക്ക് ഫുട്ബോളിലേക്ക് എല്ലാ എലമെന്റും നമ്മൾ നേരത്തെ കോച്ച് പറഞ്ഞതുപോലെ ഈ അത്ലറ്റിസം എന്ന് പറയും. അപ്പോൾ ഞാൻ ഒരു അത്ലറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നൊരു കോച്ചായതുകൊണ്ടും നമ്മളതിലൊരു 10-13 വർഷം വർക്ക് ചെയ്തുകൊണ്ട് അതിന് ബേസ് ഉണ്ട്, എനിക്ക് ബേസ്. അപ്പം നമ്മളിതിനെക്കുറിച്ച് ആദ്യം പറയുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെ കത്തിയിരുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഈ അത്ലറ്റിസം എന്ന് പറയുന്നത് ഓട്ടം ചാട്ടം അല്ല എന്നുള്ളത് ആൾക്കാർക്ക്. അത്ലറ്റിസം പറയുന്നത് ഓൾ ബോഡിയുടെ മൂവ്മെൻറ്റിനാണ് നമ്മൾ അത്ലറ്റിസം എന്ന് പറയുന്നത്. അതിൽ ചാട്ടമുണ്ട്, ഓട്ടമുണ്ട്, ചാടി ഓടുന്നതുണ്ട്, ഇതാണ് ഗെയിം. അതെ, എക്സാക്ട്ലി. നമ്മുടെ ഫുട്ബോൾ വരെ ചാടും, ഓടും, വീഴും, സൈഡ്. അപ്പോൾ നമുക്ക് അത്ലറ്റിസം എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട സാധനമാണ്. അത് നമ്മുടെ അക്കാഡമികളിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പ്രോസസ്സിൽ നമ്മൾ ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്യണമെങ്കിൽ ഒരിക്കലും സോഷ്യൽ മീഡിയയിലെ ഒരു ബിറ്റ് വീഡിയോ കൊണ്ട് നിങ്ങൾ ആഡ് ചെയ്യരുത്. അതിന് റീസൺ, ഞങ്ങളുടെ വീഡിയോ കണ്ടാൽ പോലും നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. ഈ പറഞ്ഞു പോകുന്നതിൽ ചിലപ്പോൾ പല പിഴവുകളും സംഭവിക്കാം. കാരണം നമ്മളിത് തിരക്കഥയില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ഒന്നുമില്ലെങ്കിൽ കോച്ചുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പഠിക്കുക. ഇത് എന്ത് പർപ്പസാണ്, ഇതെപ്പം ഞാൻ ചെയ്യണം, എത്ര സമയം ചെയ്യണം എന്നുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം ഉണർത്തുകയാണ്, ഒരു പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്ത ഒരു പ്രോഗ്രാമുള്ള ഒരു അത്ലറ്റ് ഒരിക്കലും ടയർഡാവില്ല. നിങ്ങളൊരു പ്രോപ്പർ ഡിസൈൻ ചെയ്ത പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടയർഡാവില്ല. നിങ്ങൾ വളരെ ഈസി ആയിട്ട് ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പോവുക. നിങ്ങൾ ടയർഡാവുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ലോഡിനേക്കാളും നിങ്ങൾ ലിഫ്റ്റ് ചെയ്യണം.
കോച്ചിന് എന്തെങ്കിലും അതിൽ ഇല്ല. ഇപ്പൊ അതിൽ വരുന്ന സംശയം എന്താ വെച്ചാൽ നമുക്ക് എങ്ങനെ ലോഡ് സെറ്റ് ചെയ്യാമെന്നാവും. അല്ല, ലോഡ് ഒരു പ്രോഗ്രഷൻ വേണമല്ലോ ലോഡ്. കാരണം ലോഡ് കൂട്ടുമ്പോഴല്ലേ നമുക്ക് പ്രോഗ്രസ്. അല്ല, അതാ പറയാം, അത് നല്ലൊരു ചോദ്യം. കാരണം നമ്മളിത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കും. അതാ നിങ്ങൾ ചോദിച്ചത്. എന്താ വെച്ചാൽ എന്താണ് ഈ ലോഡ്? കാരണം നമ്മൾ ഒരു ട്രെയിനിങ് ഓരോ നമ്മളിതിനെ ഈ മാക്രോ സൈക്കിൾ എടുക്കുന്ന സമയത്ത് പല കോമ്പറ്റീഷൻ പീരീഡ് ഉണ്ട്, മിഡ് സീസൺ ഉണ്ട്, പ്രിപ്പറേഷൻ പീരീഡ് ഉണ്ട്, കുറേ പീരീഡ് ഉണ്ടല്ലോ. അപ്പം നമ്മളിപ്പോൾ ഈ ISL-ഉം I ലീഗിലും കളി കഴിയാൻ പോവാണ്. ഇപ്പം ഞാൻ കൺട്രോൾ ചെയ്യുന്ന കുറേ കുട്ടികളെ നമ്മൾ ആഫ്റ്റർ 1 month നമ്മൾ ക്യാമ്പിൽ വിളിക്കും. അപ്പോൾ അവരെ നമ്മൾ ഇപ്പം തന്നെ അനലൈസ് ചെയ്തുകൊണ്ട് എവിടെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ അത് വിട്ട് കഴിഞ്ഞ് നമ്മളൊരു ജനറൽ കുട്ടി, ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ ഒരു +2 നല്ല ക്വാളിറ്റിയുള്ള കുട്ടി, അവൻ്റെ +2 കഴിഞ്ഞു, അവനൊരു പ്രൊഫഷണൽ കരിയർ പോകണം, അവർക്ക് 2 മാസം സമയമുണ്ട്. എങ്ങനെയാണ് ഞാൻ ട്രെയിനിങ് ചെയ്യേണ്ടത്? അല്ലേ, ഇതൊരു ചോദ്യമല്ലേ കൊച്ചെ? അപ്പോൾ നമ്മൾ എങ്ങനെ ട്രെയിനിങ് ലോഡ്, ഞാൻ ഇൻഡിവിജ്വലാണ്, എനിക്ക് വലിയ സെറ്റപ്പ്. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിങ് ലോഡ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഞാൻ എന്തിന് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം. അത് എന്തിനാണ് ഞാൻ പ്രോഗ്രാം ചെയ്യുന്നത്? ഞാൻ കഴിഞ്ഞ പിന്നെ സീസണിൽ ചെയ്ത പ്രോഗ്രാമിനേക്കാൾ എന്ത് മാറ്റം ഞാൻ വരുത്തണം എനിക്ക് ഇമ്പ്രൂവ് ആവണമെങ്കിൽ? അല്ല, അതൊരു ചോദ്യമല്ല. ഞാൻ ഇമ്പ്രൂവ്മെൻറ്റിനായിട്ടുള്ള നമ്മളതൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പിന്നെ നമ്മൾ ഒരു പർപ്പസ്, ഒരു നിങ്ങൾക്ക് പറ്റും നിങ്ങൾ ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും ഞാൻ പറയുന്നതൊക്കെ നിങ്ങളൊരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് മേടിക്കണം എന്ന് ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ മെഡിസിനും ഇതിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾ ഒരുപാട് പൈസ അതിനൊക്കെ വേണ്ടി ചിലവാക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയർ ആവാൻ വേണ്ടി നിങ്ങൾ പൈസ ചിലവാക്കുന്നത് വളരെ കുറവാണ് അല്ലേ, കമ്പാരിറ്റീവ് ചെയ്യുമ്പോൾ. സപ്പോർട്ട് ഇല്ല വീട്ടിൽ നിന്ന്. അല്ല, ഇനിയിപ്പോൾ അങ്ങനെ ഒരു എക്സലന്റ് കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പോഴും ഞാൻ പറഞ്ഞ അവന് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാ പറയാം. എക്സാക്ട്ലി. ഇപ്പം ഞാൻ എൻ്റെ ജംഷഡ്പൂർ FC കളിക്കുന്ന ലെഫ്റ്റ് ഫുൾ ബാക്കിന് ഞാൻ അവൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് അവൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. അത് എത്ര പെർസെൻറ്റേജ് ആൾക്കാർ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് വേറെ കോൺട്രവേഴ്ഷ്യൽ ചോദ്യമാണ്. അപ്പം നമ്മൾ ഒരു ഡിസൈൻ ചെയ്ത പ്രോഗ്രാം എന്ന് നേരത്തെ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇവിടെ വന്നു, ഞാനൊരു ഫിറ്റ് ഇല്ലാത്ത മനുഷ്യൻ, എൻ്റെ മൂവ്മെൻറ്റ് ഞാൻ കൺട്രോൾഡാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ എനിക്കിത് ഞാൻ ടയർഡാവും, എൻ്റെ കിതപ്പൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൂടെ കേൾക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ക്വാളിറ്റി എന്താണ് നിലവിൽ, അതിനനുസരിച്ച് ഞാൻ ഇതൊക്കെ ചെയ്യേണ്ടത്. അതിന് ബേസിക് നോളജ് വേണം. അപ്പോൾ നമ്മളിപ്പം ലോഡ് പിന്നെ നമ്മൾ കൂട്ടുമ്പോൾ എന്താണ് എത്ര പെർസെൻറ്റേജ്? ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയില്ല, അപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു കുട്ടി വന്നു, ആ കുട്ടിയെ നമ്മളിപ്പോൾ ലോഡ് സെറ്റ് ചെയ്യുന്ന അവൻ്റെ ഹാർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അയാൾക്ക് പോണ്ടി വരും. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ഓഫ് സീസണിലാണ്, 1 month പീരീഡ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ അക്കാഡമിയിൽ ഒരു ഗോൾ കീപ്പർ ACL ലോഡ് വന്നിട്ട് അവനിപ്പോൾ റിഹാബിലിരിക്കുക. ഞാൻ ആ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഈ ലോഡിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ ധൃതി വേണ്ട, നമ്മളിപ്പോഴത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ റിക്കവറിയാണ്. ആ റിക്കവറി വന്നാലാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ പ്രൈമറി നമ്മളത് എഡ്യൂക്കേറ്റ് ചെയ്യണം കുട്ടിയെ. കാരണം കുട്ടികൾക്ക് എപ്പോഴും കളിക്കണം, 17 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ ഞാൻ മറ്റൊരു കളിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു മാനസിക വിഷമം ഉണ്ടാവും. അപ്പോൾ നമ്മളിതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവനെ ലോഡ് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അവൻ്റെ കപ്പാസിറ്റി. ഇപ്പോൾ റെഗുലറായിട്ട് എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്, എനിക്കറിയാം. ഇപ്പോൾ കമാൽ സാറിനും അറിയാം അല്ലേ, കമാൽ സാർ റെഗുലറായിട്ട് കൊടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവന് എത്രമാത്രം കപ്പാസിറ്റി നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതെ. അപ്പോൾ അനലൈസിങ് പീരീഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഒരു 1 week. പല ആൾക്കാരും പല ഡിമാൻഡിലാണ് ഇരിക്കുന്നത് അല്ലേ. എൻ്റെ കപ്പാസിറ്റി ആവില്ല, കോച്ചിൻ്റെ കപ്പാസിറ്റി. അപ്പം നമ്മൾ ഈ ലോഡ് സെറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൽ പറയുമ്പോൾ നമ്മളൊരു പ്രോപ്പർ ഡിസൈൻ ചെയ്ത പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റിക്കവറി ഫാസ്റ്റ് ആയിരിക്കും അവരുടെ. നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി പോയി ഫാസ്റ്റ് റിക്കവറി. അപ്പോൾ ഫാസ്റ്റ് റിക്കവറി ആയാലും പിന്നെ നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി ലോഡ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു സ്പ്രിൻറ്റ് കഴിഞ്ഞ് ആ സ്പ്രിൻറ്റിൽ പ്രോപ്പർ റിക്കവറി വരാതെ നിങ്ങൾ സ്പ്രിൻറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ സ്പ്രിൻറ്റിങ് എബിലിറ്റി നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവൻ ടയർഡ്നെസ്സിലേക്ക് പോകും. അപ്പോൾ അവിടെ സംഭവിക്കുന്ന കാലോറി ഡൗൺ ആണ്. വാച്ചിലേക്ക് നോക്കുമ്പോൾ കുറേ കാലോറി ബേൺ ആയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പ്രൊഡക്ടിവിറ്റി കിട്ടും, നമ്മളെന്താ സ്പ്രിൻറ്റിങ് എബിലിറ്റി ഉള്ള വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ കൊടുക്കുന്ന ലോഡിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായ ധാരണ. അതെന്താ പറയുക, ഇപ്പം നമ്മൾ ടയേർഡ് ആവൂല എന്ന് പറഞ്ഞോണ്ടോ? അല്ല, ടയേർഡ് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ചോദിച്ചാൽ കാരണം ഇപ്പൊ കേൾക്കുന്നവരും തെറ്റിദ്ധാരണ ടയേർഡ് ആവില്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ചെയ്ത അതിനെ പ്രോപ്പർ റിക്കവറി സെഷൻ, അപ്പം നമ്മുടെ റിക്കവറി ഫാസ്റ്റ് ആവും. നമ്മളത് കഴിഞ്ഞ് ഒരു 5 minute നമ്മുടെ റിക്കവറി ചെയ്ത് നമ്മൾ ഈസി ആയിട്ട് നമ്മൾ കാർ ഡ്രൈവ് ചെയ്യുക, സൈക്കിൾ ചെയ്ത് പോകാൻ പറ്റും. അതേസമയം ഇത് ലോഡ് സെറ്റ് ചെയ്യാൻ ട്രെയിൻ ചെയ്താൽ പിന്നെ വീട്ടിലേക്ക് പോകുന്നത് ഇങ്ങനെ ടയർഡായിട്ടായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ കോച്ച് ചോദിച്ചു തന്നെ. കാരണം ഈ കേൾക്കുന്നവർ ചിലപ്പോൾ കോച്ച് പറഞ്ഞ് ടയർഡ് ആവില്ല എന്ന് പറഞ്ഞു പറഞ്ഞാൽ അത് വേറെ ലെവലിലേക്ക് അത് സംശയം. ഓക്കെ. അപ്പോൾ എന്തായാലും
ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അല്ലേ? ഇനിയിപ്പോ എന്തായാലും നമുക്ക് ഇതിന് ഹഡിൽസിന്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ് നമുക്ക് ഇതിന്റെ കൂടുതൽ ഞാൻ പറയുന്നത് നമുക്കൊരു ഗോൾ കീപ്പറെ ഒക്കെ വെച്ചിട്ട് നമുക്ക് അടുത്ത ഇതിന്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷൻ ചെയ്യാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഗെയിം സെനാരിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പൊ ഇവർക്ക് നമ്മൾ ഈ ഇപ്പൊ നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് ഇതൊക്കെ പറയുന്നത് ഇതിനൊക്കെ നമ്മൾ ഡിഫൻഡർ ആക്കിയിട്ടാണ് പറയുന്നത്. അപ്പൊ ചിലർക്ക് എത്രമാത്രം ക്യാപ്ചർ ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല. അതെ, അപ്പൊ നമുക്കത് ആ ഒരു സെറ്റപ്പിൽ നമുക്ക് ചെയ്യാം. കുറച്ചുകൂടി നല്ലൊരു വീഡിയോ ആക്കി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് കോച്ച്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ നമ്പറോ ഇമെയിലോ ഒക്കെ ഉള്ള ആളുകൾ ഇമെയിൽ ചെയ്യാം, നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. ലൈക്ക് ഷെയർ ഞാൻ പറയുന്നില്ല, എനിക്കറിയാം നിങ്ങൾ അത് ചെയ്യും എന്നുള്ളത്. അടുത്ത വീഡിയോ നമുക്ക് കൂടുതൽ നല്ല വിശേഷങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു കോച്ച്. താങ്ക് യു.